ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ തൊടിയിലിറങ്ങിയപ്പോൾ പീച്ചങ്ങ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് പീച്ചങ്ങ. ഉണ്ടോ, അത്ര വലുപ്പമൊന്നും ആയിട്ടില്ല. ഞാനിത് പിച്ചിയെടുത്ത് ഇന്നൊരു തോരനാണ് ഉണ്ടാക്കുക. അതെല്ലാവർക്കും കൂടി പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഉണ്ടോ, വീട്ടിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാൻ നോക്കുമ്പം തന്നെ അതൊരു സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. ഇത് തന്നെ കിളിച്ചു വന്നതാണ്. ഇത് മുറ്റിക്കഴിഞ്ഞാൽ ഇതിനൊരു നാരുണ്ട്. അപ്പോൾ ആ നാരാണ് നമ്മൾ കുളിക്കാൻ, ദേഹം തേക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പോൾ അത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ഉണ്ടോ, അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ചേരുവ ഒരു സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, സ്വല്പം ഇഞ്ചി, പച്ചമുളക്. ഇത് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് മെഴുക്ക് വരട്ടാനും കൊള്ളാം, തീയലിനും ഒക്കെ നല്ലതാണ്. വിളയുന്നതിന് മുമ്പ് വേണം ഇതെടുക്കാം. ഇതിനൊരു സൈസ് നാര് പോലെ ഒരിതുണ്ട്. പിന്നെ ഇത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. കടുക് താളിച്ചിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ച പീച്ചങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളിതിന് വേറെ പൊടിവകയൊന്നും ചേർക്കുന്നില്ല. ഇനി ചേർക്കുന്നത് തേങ്ങയാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഉപ്പിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, വെള്ളം ചേർക്കുന്നില്ല. പീച്ചങ്ങയിലൊരു വെള്ളമുണ്ട്, ആ വെള്ളം ഇറങ്ങി വരുമ്പോൾ ആ വെന്ത് കിട്ടും നമുക്ക്. പീച്ചങ്ങ തോരനെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.